ഇതെൻ്റെ ഒരു പഴയ പോളിസ്റ്റർ ചുരിദാർ കേട്ടോ. പോളിസ്റ്റർ ചുരിദാർ അല്ലെങ്കിൽ ലാച്ച, ഉടുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇത് കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്കിത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ മാറ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അത് ഞാനിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടിയെടുക്കുകയാണേ. ഒപ്പം എല്ലാം ഒപ്പാക്കുകയാണ്. ഇപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് 3 സെറ്റ് ചുരിദാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ സൈഡും ഒക്കെ വെട്ടിയിട്ട് വെവ്വേറെ ആക്കുക. ഓക്കെ, ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇനി ഇതുപോലെ ഒരു ബനിയൻ കൂടി നമുക്കിതിന് ആവശ്യമുണ്ട്. ബനിയനും ഇതുപോലെ സൈഡൊക്കെ ഇങ്ങനെ ഏറ്റവും അറ്റത്തേക്ക് വെച്ചിട്ടിങ്ങനെ വെട്ടിയെടുക്കുക. കഴുത്തും വെട്ടിക്കളയാം കേട്ടോ. ഇതിനളവ് അങ്ങനെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വൃത്തിയായിട്ടൊന്നിങ്ങനെ കൈ കൊണ്ടൊക്കെ ഒന്നിങ്ങനെ തട്ടി വെച്ചാൽ തന്നെ വൃത്തിയായിട്ട് കിട്ടും. എന്നിട്ട് വെട്ടിക്കളയാം, ഇതുപോലെ വെട്ടിക്കളയാം. ഇനി നമുക്കിതിൻ്റെ അറ്റത്തുണ്ടല്ലോ ആ കട്ടിയുള്ള ഭാഗം അതും വെട്ടിക്കളയാം. ശേഷം നമുക്കിതിനെ ഒന്ന് നടുമടക്കുക. അപ്പോൾ അപ്പുറം ആയിട്ട് മടക്കുമ്പോൾ ഒരു 4 പീസായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ അറ്റത്തൊരു 2 ഇഞ്ച് അടയാളപ്പെടുത്താം. കഴിയുന്നതും അതിൻ്റെ വക്കുകൾ ഒക്കെ ഒരുമിച്ച് പിടിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. നമ്മൾ അയൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കൈ കൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ആ സ്കെയിൽ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് വടിച്ചിട്ടാൽ മതി. എല്ലാ മൂലയും ഒക്കെ ഒരേ അളവാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് 2 അറ്റം ഇതുപോലെ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് വയ്ക്കുക. 2 അറ്റം വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ അടയാളപ്പെടുത്തൽ കഴിഞ്ഞു. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. വരച്ച് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളിനി ഇത് വെട്ടാൻ പോവുകയാണ്. അപ്പോൾ ആ അതിൻ്റെ ആ വരയുടെ അപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ വരച്ച് കൊടുക്കേണ്ടത് കേട്ടോ. വീഡിയോ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ അത് വെട്ടിക്കഴിഞ്ഞു. ഇനി ഇത് നിവർത്തിയിട്ടിട്ട് ഇതിൻ്റെ 2 സൈഡും ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഈ 2 സൈഡൊന്ന് അടിച്ചെടുക്കണം. നമ്മൾ ആദ്യം വെട്ടിയിട്ട ചുരിദാറുണ്ടല്ലോ അത് അതിൻ്റെ ഒരു പീസ് ഇതുപോലെ ഓരോന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് എല്ലാതും ഒരേപോലെ വെട്ടി ഒതുക്കുക കേട്ടോ. മുകളിലിട്ട തുണിയുടെ അതേ വലുപ്പത്തിന് താഴത്തെ തുണികളും ഇതുപോലെ വെട്ടി എടുക്കുക. ഇനി മുകളിലിട്ട തുണി ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച ബനിയൻ ഉണ്ടല്ലോ അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് മുകളിലത്തെ ചുരിദാർ വെട്ടിയിരിക്കുന്നത്. അതിൻ്റെ അളവിന് താഴത്തുള്ളതും ഇതുപോലെ വെട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മെഷീനിൽ വെച്ച് അടിക്കുക. നടു വെച്ചിട്ട് ഒന്ന് അടിക്കുക. ഒരു സെറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അതായത് 2 ഭാഗം സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, ആ എഴുത്തൊക്കെ ഉള്ളിലേക്ക് വരത്തക്ക വിധത്തിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ചുരിദാർ പീസുകൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുക്കൊക്കെ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഉള്ളിലേക്ക് അങ്ങനെ റെഡിയാക്കി കൊടുക്കണം കേട്ടോ. ജസ്റ്റൊക്കെ ഒന്ന് അങ്ങനെ ഇതുപോലൊക്കെ ഒന്ന് ആ അരുകുമൂലൊക്കെ ഒരേപോലെ വരാത്തക്ക വിധത്തിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. ഇതുപോലെ എന്നിട്ട് ഒന്ന് വൃത്തിയായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്നിങ്ങനെ അയൺ ചെയ്യും പോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് തയ്ക്കാം, അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള നൂല് കൊണ്ട്, അതായത് നമ്മുടെ പൊതിഞ്ഞിട്ടൊക്കെ കൊണ്ടുവരില്ല, നമ്മൾ പാക്കറ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കട്ടി വെള്ള നൂലുണ്ടല്ലോ, ആ വെള്ള നൂല് 2 ഇഴയാക്കിയിട്ട് ഇതിൻ്റെ സൈഡ് കൂടെ ഒന്ന് തുന്നി കൊടുക്കുക. അതല്ല മെഷീനിൽ തുന്നാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും കട്ടിയുള്ള നൂല് കൊണ്ട് നൂല് 2 ആക്കി മടക്കിയിട്ട് സൈഡിൽ അതുപോലെ തുന്നിയെടുക്കുക കേട്ടോ. നല്ല ഉറപ്പുണ്ടായിരിക്കും, കാരണം കട്ടിയുള്ള നൂലാണ്. നിങ്ങൾ വലിച്ചാലൊന്നും അത് പൊട്ടില്ല, നല്ല ബലമായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും ഇങ്ങനെ തുന്നി കൊടുക്കുക കേട്ടോ. ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സൈഡ് കഴിഞ്ഞു, 4 പുറം ഇതുപോലെ തുന്നി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തും ഇതുപോലെ തുന്നി കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും അത് ചെയ്യണില്ല. ഇനി നമുക്ക് ഒരൊറ്റ പണിയും കൂടി ബാക്കിയുള്ളൂ. ഇതിന് അറ്റത്തതാ ഇതുപോലെ നോക്കിയിട്ട് കൂട്ടിക്കെട്ടുക. ആ വെട്ടി ഇട്ട ഭാഗങ്ങൾ താഴത്തും മുകളിലേക്കും
നോക്കിയിട്ട് വേണം കെട്ടിയിടാൻ. താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കെട്ടിയിടരുത്, മാറ്റ് ചുളിഞ്ഞു പോകും. അപ്പോൾ വൃത്തിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മുകളിലത്തെയും താഴത്തെയും കൂടിയിട്ട് ഏതാണെന്ന് ഒന്ന് ജസ്റ്റ് നോക്കുക, കെട്ടിയിടുക. പിന്നെ അറിയാമല്ലോ, ഇത് ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് ഒരു നൂല് പോലും ഇളകി പോവില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ മുകളിലത്തെയും താഴത്തെയും ഇങ്ങനെ ഏതാണ് നോക്കുക, ഒന്ന് ജസ്റ്റ് കെട്ടിക്കൊടുക്കുക. നിങ്ങൾ ഇതുപോലെ പോളിസ്റ്റർ ഡ്രസ്സുകളൊക്കെ ഒന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുക, ഇതുപോലെ ഒരു ബനിയനൊക്കെ വെട്ടി റെഡിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തുണി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നല്ലൊരു അടിപൊളി മാറ്റാക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക്